وبركاته. الحمد لله الذي الصلاة والسلام على أشرف وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര സുദിനത്തിൽ നിങ്ങൾക്ക് മുന്നിൽ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാഥൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയെയും തിന്മയെയും തിരിച്ചറിയാനാവാത്ത വിധം അധംപതിച്ച ഒരു സമൂഹത്തിലായിരുന്നു നന്മയുടെ വെളിച്ചം നൽകാനായി മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. തൗഹീദിന്റെ അമര ശബ്ദം പാരിലാകെ മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടിറങ്ങേണ്ടി വന്നു ആ പ്രവാചകന്. എന്നിട്ടും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യക്കടലാണ്. നന്മയും തിന്മയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് ആ പുണ്യപ്രവാചകന്റെ വചനങ്ങളും കർമ്മങ്ങളും മുറുകെ പിടിക്കലാണ് നമുക്ക് മുന്നിലെ ഏക വഴി. ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും വിനയവും വിട്ടുവീഴ്ച കാണിക്കാനും ആ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. മാതാപിതാക്കളെ പറ്റി ഇത്രമേൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഒറ്റവിത്രമായി മാറുന്ന അത്ഭുതമായിരുന്നു അന്ന് ലോകത്ത് ദർശിക്കുവാൻ സാധിച്ചത്. ആ പുണ്യപ്രവാചകന്റെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ആ പുണ്യപ്രവാചകന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ സഹിഷ്ണുതകളുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വായിറു ദഅ്വാനഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.